ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. നല്ല മനസ്സിന്റെ കൂട്ടായ്മകൾ കൊണ്ട് വ്യത്യസ്തമാണ് കോഴിക്കോട് നഗരമെന്ന് മേയർ ഒ സദാശിവൻ. കെയർ ഫൗണ്ടേഷനും നാംകോസും ചേർന്ന് വയനാട് തിരുനെല്ലിയിൽ മുട്ടഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചു. കൊവാളി പാലം മിനി ഗോവ കടൽ തീരം ശുചീകരിച്ച് പയ്യോളി നഗരസഭ. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF പ്രതിഷേധിച്ചു. LDF സൗത്ത് നോർത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. പാചകവാതക പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെയും LDF കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുതലക്കുളത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് തരണം ചെയ്യുക എന്നത് ഇന്ത്യൻ പാർലമെന്റിൽ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നില്ല. ഇന്ധനക്ഷാമം ഉണ്ടാകുമ്പോൾ 90 ദിവസത്തെ ഇന്ധനക്ഷാമം പരിഹരിക്കാനെങ്കിലും കരുതൽ ശേഖരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടോ ഇപ്പോൾ ആകെപ്പാടെയുള്ളത് 24 ദിവസത്തെ കരുതൽ ശേഖരമാണ് പോലോ ഈ രാജ്യത്തുള്ളത്. ഇത്രത്തോളം കെടുകാര്യസ്ഥതയുള്ള, ഇത്രത്തോളം രാജ്യത്തെ ജനങ്ങളെ കാണാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ചേരിചേരാ നയത്തിലും വിദേശ നയത്തിലും അമേരിക്കൻ സാമ്രാജ്യത്തിന് അടിമവേല ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രൂക്ഷമായ ഈ പാചകവാദം ഇത്രത്തോളം രൂക്ഷമാകാനുണ്ടായ കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല എന്നുള്ള അമേരിക്കന്റെ തിട്ടൂരം ഈ രാജ്യം സ്വീകരിച്ചപ്പോഴാണ് ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിസന്ധി ഈ രാജ്യത്തുണ്ടായത്. കേരളത്തിലോ ഏറ്റവും കൂടുതൽ രൂക്ഷമാണ് ഈ പ്രതിസന്ധി. നമുക്കറിയാം, ഈ കോഴിക്കോട് നഗരത്തിൽ താമസിക്കുന്ന, ഇവിടെ ഉണ്ടാകുന്ന ഫ്ലാറ്റുകളിൽ, ഇവിടെ ആശുപത്രിയിൽ, ഇവിടെ ക്യാൻറ്റീനുകൾ എന്ന് വേണ്ട എല്ലാം തന്നെ സ്തംഭിച്ചുകൊണ്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പട്ടിണിയിലേക്ക്, പരിവട്ടത്തിലെ പട്ടിണിയിലേക്ക്, പ്രയാസത്തിലേക്ക്, ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുപോവുകയാണ്. PK നാസർ അധ്യക്ഷനായിരുന്നു. CP മുസാഫർ അഹമ്മദ്, PT ആസാദ്, L രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാചകവാതക പ്രതിസന്ധിയിൽ ഫറോക്കിൽ LDF പ്രതിഷേധം. ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ ഫറോക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാചകവാതക പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് LDF ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫറോക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഉദ്ഘാടനം CPIM ജില്ലാ കമ്മിറ്റി അംഗം M ഗിരീഷ് നിർവഹിച്ചു. നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തും ലോകത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ വിദേശ നയമാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിന് കീഴിൽ പ്രത്യേകിച്ച് ഭ്രാന്തനായ ട്രംപിന്റെ മുന്നിൽ മുട്ടിലിടഞ്ഞ അയാളുടെ ഷൂ മക്കി കൊടുക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പറയാണ് ഇന്ത്യയോട്, നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ വേണ്ടി പാടില്ല, നിങ്ങൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ വേണ്ടി പാടില്ല, നിങ്ങൾ റഷ്യയിൽ നിന്ന് ഗ്യാസ് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി പാടില്ല, നിങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയും. ഇപ്പം അമേരിക്കയിൽ ഉൾപ്പെടെ ഈ മേഖല വലിയ പ്രതിസന്ധിയിലായപ്പോൾ ട്രംപ് ഇന്ത്യയോട് പറയുന്നു, നിങ്ങൾ റഷ്യയിൽ നിന്ന് ഇപ്പൊ എണ്ണ വാങ്ങിക്കോ, എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എണ്ണ വാങ്ങിയിട്ട് ഞങ്ങളുടെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കണം, ഞങ്ങളുടെ കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത് ഞങ്ങൾ അത് ഞങ്ങളുടെ രാജ്യത്ത് വിതരണം ചെയ്തോളൂ. അതിനാ ട്രംപ് ഒരു മാസത്തേക്ക്
ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട്. ടി രാധാഗോപി, മുരളി മുണ്ടേങ്ങാട്ട്, പ്രകാശ് കറുത്തടത്ത്, KC ഇസ്മായിൽ, അബ്ദുള്ള കോയ, ഫിറോസ് ഖാൻ, ബാസിത്ത് ചേലക്കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കോഴിക്കോട് CSCO ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. നല്ല മനസ്സിന്റെ കൂട്ടായ്മകൾ കൊണ്ട് വ്യത്യസ്തമാണ് കോഴിക്കോട് നഗരമെന്ന് മേയർ പറഞ്ഞു. CSCO ITI ഹാളിലായിരുന്നു ഇഫ്താർ സംഗമം ഒരുക്കിയത്. മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ കൂട്ടായ്മകൾ കൊണ്ട് വ്യത്യസ്തമാണ് കോഴിക്കോട് നഗരമെന്ന് മേയർ പറഞ്ഞു. കോഴിക്കോടിന്റെ ഒരു മനസ്സിന്റെ കൂട്ടായ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഈ നഗരത്തിലല്ലാതെ മറ്റെവിടെയെ കാണാം. എന്നെക്കാളും വലിയ അനുഭവമുള്ളവരാണ് നിങ്ങളെല്ലാം മുന്നിലിരിക്കുന്നത്. ഒരുപാട് ലോകപരിചയമുള്ളവരാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിന്റെ പുറത്ത് ഏത് ജില്ലയിൽ പോയാൽ കാണാൻ കഴിയുന്ന ഒരു സ്നേഹം മറ്റേതിനേക്കാളും കോഴിക്കോട് വ്യത്യസ്തമാവുന്നതാണ്. മതജാതി രാഷ്ട്രീയ ഭേദമന്യേ ഏതൊരു പ്രശ്നത്തിലും മനുഷ്യർ ഒന്നിച്ച് സ്നേഹിച്ച് കൂട്ടായ്മയോടുകൂടെ പുലരുന്ന ഒരു നാടാണ് നമ്മുടെ പട്ടണം. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. അഹമ്മദ് ദേവർകോവിൽ MLA മുഖ്യാതിഥിയായി. മലയാള മനോരമ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും മുഹമ്മദ് സിറാജ് സലഫി ഇഫ്താർ സന്ദേശവും നടത്തി. കൗൺസിലർമാരായ TPM ജിഷാൻ, SK അബൂബക്കർ, CSCO ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഇഫ്താർ വിരുന്നും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഗാന്ധി ശില്പശാല ബസാർ കരകൗശലമേള കോഴിക്കോട് ബീച്ചിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, ജ്വല്ലറികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങളെല്ലാം കുറഞ്ഞ വിലയിൽ ഉൽപ്പാദകരിൽ നിന്നും സ്വന്തമാക്കാം. പ്രവേശനം സൗജന്യം. ഗാന്ധി ശില്പശാല ബസാർ ബീച്ചിൽ മാർച്ച് 11 മുതൽ 17 വരെ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കെയർ ഫൗണ്ടേഷനും നാംകോസും സംയുക്തമായി വയനാട് തിരുനെല്ലിയിൽ മുട്ടഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിച്ചു. മാതൃകാപരമായ പദ്ധതിയാണിതെന്ന് MLA അഭിപ്രായപ്പെട്ടു. സ്ത്രീ ശാക്തീകരണവും ഗ്രാമീണ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടാണ് കെയർ ഫൗണ്ടേഷനും നവകേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി വയനാട് തിരുനെല്ലി ഗ്രാമത്തിൽ മുട്ടഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. ടൗൺ ഹാളിൽ തോട്ടത്തിൽ രവീന്ദ്രൻ MLA പദ്ധതി പ്രഖ്യാപനം നിർവഹിച്ചു. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് ഒരുപാട് കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലായാലും സംശയമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇതിങ്ങനെ എങ്ങനെ അവർ സംരക്ഷിക്കും? ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ സാധിക്കുമില്ല. ഒരുപാട് പരിമിതികളുണ്ട്. തൽക്കാല സഹായം വേണേൽ കൊടുക്കാൻ പറ്റും. സ്ഥായിയായിട്ടില്ല, നിലനിൽക്കത്തക്കാണ് എന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യമാണ് ഇവിടെ ഈ കെയർ ഫൗണ്ടേഷനും നാംകോസും ചെയ്യുന്നത്. കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ബിനുജി കുറുപ്പ് അധ്യക്ഷനായിരുന്നു. പദ്ധതിയുടെ ഫണ്ട് സമാഹരണത്തിനായി നടത്തുന്ന
സമന്വയ മെഗാ ഷോയുടെ പോസ്റ്റർ പ്രകാശനവും മെഗാ ഷോയുടെ ആദ്യ ടിക്കറ്റ് വിതരണോദ്ഘാടനവും MLA നിർവഹിച്ചു. മലബാർ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഹെഡ് RS സൂരജും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദും ചേർന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പത്മശ്രീ ജേതാവ് ചെറുവയൽ രാമനെ ആദരിച്ചു. തുടർന്ന് മുട്ടഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവരിൽ തിരുനെല്ലി സ്വദേശികളായ 30 വനിതാ സംരംഭകരുമായി സംവാദം നടത്തി. നാംകോസ് ചെയർമാൻ KB ശ്രീരാജ്, മാനേജിംഗ് ഡയറക്ടർ N ഫിറോസ്, വൈസ് ചെയർമാൻ PP സുരേഷ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷൈനി ചാർലി, നാംകോസ് ജനറൽ മാനേജർ K മിഥുൻ തുടങ്ങിയവർ സന്നിഹിതരായി. വൈകിട്ട് സംരംഭകരുമായി കോഴിക്കോട് ബീച്ച് സന്ദർശിച്ചാണ് സ്വദേശത്തേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാധ്യമങ്ങൾ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയില്ലെന്ന് സ്പീക്കർ AN ഷംസീർ കാലിക്കറ്റ് പ്രസ് ക്ലബ് ICJ ബിരുദദാന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 29ാം ബാച്ചിന്റെ ബിരുദദാനം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. 1ാം റാങ്ക് ജേതാവ് P മുഹമ്മദ് മിഖ്ദാദിന് മാതൃഭൂമി സ്വർണ്ണ മെഡൽ സ്പീക്കർ സമ്മാനിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പിന്നിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങളിൽ എഡിറ്റർമാരുടെ റോൾ ഇല്ലാതായി. ഇന്നത്തെ വാർത്ത ഏതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. ഭരണകൂടത്തിന്റെ PR ജോലി ചെയ്യുന്നവരായി മാധ്യമങ്ങൾ മാറിയെന്നും ചില സമയത്തെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടേഷൻ സംഘത്തെ പോലെ പ്രവർത്തിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം എല്ലാ കാലത്തും വിളിച്ചു പറയാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ സ്തുതിപാഠകരായി മാറിയാൽ ആ ഭരണകൂടം ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് ആ രാജ്യത്ത് നയിക്കും എന്നുള്ളതാണ്. അത് 47 നവംബർ 26 ഗാന്ധി പറഞ്ഞതാണ്. പിന്നീട് പല ഘട്ടങ്ങളും നമ്മൾ കണ്ടു. എമർജൻസി പീരിയഡിലെങ്കിലും ഈ രാജ്യത്തെ കുറച്ചു കാലമെങ്കിലും ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നയിക്കാൻ കാരണമായിരുന്നു ആ പ്രവർത്തനം തന്നെയാണ്. അന്നായിരുന്നു ഈ രാജ്യത്തിന്റെ പിന്നീട് ഉപപ്രധാനമന്ത്രി വരെ പദം അലങ്കരിച്ച LK അദ്വാനി പറഞ്ഞത്, മാധ്യമങ്ങൾ കുനിയാൻ പറഞ്ഞപ്പോൾ എഴഞ്ഞു. When they asked to bend, they crawled. അത് അദ്ദേഹത്തിന്റെ വളരെ പ്രമാദമായ ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് കുനിയാൻ പറഞ്ഞാൽ എഴുതുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം M ഫിറോസ് ഖാൻ, 24 ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ VP സുബൈർ, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് A ബിജുനാഥ്, ICJ അസോസിയേറ്റ് ഡയറക്ടർ K ചന്ദ്രശേഖരൻ, P മുഹമ്മദ് മിഖ്ദാദ്, VE ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി O സയ്യിദ് അലി ശിഹാബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കവാളി പാലം മിനി ഗോവ കടൽ തീരം പയ്യോളി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KT സിന്ധു ഉദ്ഘാടനം ചെയ്തു. സഞ്ചാരികൾ അലസമായി വലിച്ചെറിയുന്നവയും വേലിയേറ്റ സമയത്ത് കടൽ നിക്ഷേപിക്കുന്നവയുമായ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ മിനി ഗോവ കടൽ തീരം സ്വച്ഛ് സർവേക്ഷൺ 2026 ഭാഗമായാണ് പയ്യോളി നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. പ്ലാസ്റ്റിക് സഞ്ചികൾ, കുപ്പികൾ, ലഘുഭക്ഷണ കവറുകൾ, ഡയപ്പറുകൾ, തെർമോക്കോൾ, ചെരുപ്പുകൾ തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് തീരത്തു നിന്നും നീക്കം ചെയ്തത്. ഇടതൂർന്ന കണ്ടൽ വനങ്ങൾക്കിടയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ശുചീകരിക്കുന്നവർക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു. മുനിസിപ്പൽ ശുചീകരണ തൊഴിലാളികൾ, തൊഴിലുറപ്പ് അംഗങ്ങൾ, പരിസ്ഥിതി പയ്യോളിയുടെ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി. എത്രമാത്രം മാലിന്യങ്ങൾ നീക്കം ചെയ്താലും ഏതാനും ദിവസങ്ങൾക്കകം വീണ്ടും മാലിന്യങ്ങൾ നിറയുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. അതിനാൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകളും മണ്ണിൽ അലിയുന്നവയും അലിയാത്തവയും നിക്ഷേപിക്കാൻ പ്രത്യേകം പെട്ടികളും നഗരസഭ ഇവിടെ സ്ഥാപിക്കും. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പയ്യോളി നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ KT സിന്ധു നിർവഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K നിഷ അധ്യക്ഷയായിരുന്നു. പരിസ്ഥിതി പയ്യോളി പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ, സെക്രട്ടറി വിജയൻ പെരിങ്ങാട്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സതീശൻ, രാജൻ കൊളാവിപ്പാലം, ഇരിങ്ങൽ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശേഖരിച്ച മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരണത്തിന് അയക്കും. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൂമുള്ളി പരദേവതാ ക്ഷേത്രോത്സവം സമാപിച്ചു. താലപ്പൊലി, തിറ, കുലവരവ് എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ഭക്തർക്കായി അന്നദാനവും ഉണ്ടായിരുന്നു. കൂമുള്ളി പരദേവതാ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറിയതോടെ നാട് ഉത്സവ ലഹരിയിലായിരുന്നു. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി എടശ്ശേരി ഇല്ലത്ത് അതുൽ രവി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവ ദിവസം ക്ഷേത്രത്തിൽ നടത്തിയ അന്നദാനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. വിവിധ ദേശങ്ങളിൽ നിന്നും കുലവരവും മുത്തുകുടകളുടെയും പഞ്ചവാദ്യങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലി എഴുന്നള്ളത്തു നടന്നു. പരദേവതാ വെള്ളാട്ട്, ആൾത്തറമേളം, ഭഗവതി തിറ, ഗുരുദേവൻ വെള്ളാട്ട്, ഗുളികൻ വെള്ളാട്ട്, തായമ്പക, പരദേവതാ തിറ, ഗുളികൻ തിറ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. അയുക്ത ചണ്ഡിക മഹായാഗം ഏപ്രിൽ 5 മുതൽ 10 വരെ മഞ്ചേരിയിൽ നടക്കും. ലോക സമാധാനത്തിനും സനാതനധർമ്മത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് യാഗമെന്ന് സംഘാടകർ പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള സാധകരുടെ മുൻകൈയാലാണ് കേരളത്തിലെയും കർണാടകത്തിലെയും ഒക്കെ ദക്ഷിണ ഭാരതത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ ആചാര്യത്വത്തിൽ യാഗം നടക്കുന്നത്. ആ യാഗത്തിന്റെ മുഖ്യാചാര്യമായിട്ടുള്ളത് ട്രിച്ചി ആശ്രമത്തിലെ തിരു ഈങ്കോയ്മല ലളിത മഹിളാ സമാജം അവിടുത്തെ മഠാധിപതിയായിട്ടുള്ള യോഗിനി ശ്രീ ജയാംബ വിദ്യാംബ സരസ്വതി മാതാജിയാണ്. അങ്ങനെ സ്ത്രീ മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ ആചാര്യത്വത്തിലാണ് സ്ത്രീകളായിട്ടുള്ള സാധകരുടെയും മുൻകൈയിലാണ് ഈ യാഗത്തിന്റെ ചടങ്ങുകൾ നടന്നു വരുന്നത്. മഞ്ചേരി മുള്ളൻപാറ സനാതന ധർമ്മ സേവാ കേന്ദ്രത്തിൽ വെച്ചാണ് അയുധ ചണ്ഡിക മഹായാഗം നടക്കുന്നത്. 1 കോടി നവാക്ഷരി മന്ത്ര ജപവും 10,000 ഒരു ദേവി മഹാത്മ്യ പാരായണവും 11 യാഗകുണ്ടങ്ങളിലായി 250 പേർ വീതം 4 ദിവസങ്ങളിലായി 1000 പേർ ഹോമത്തിലും പാരായണത്തിലും പങ്കാളികളാകുമെന്ന് സംഘാടകർ പറഞ്ഞു. വിവിധ ആധ്യാത്മിക ധാർമ്മിക ഗ്രന്ഥങ്ങളുടെ പാരായണവും വിശേഷാൽ പൂജ, ഗുരുതി തുടങ്ങിയവയും കാളികാവ് ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി
മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. യാഗവേദിയിൽ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് 3 നേരവും അന്നദാനവും ഒരുക്കും. കഴിഞ്ഞ 1.5 വർഷമായി ദേവി മഹാത്മ്യ പഠന പരിശീലനം നേടിയ 1000 പേർ പാരായണത്തിലും ജപത്തിലും പങ്കെടുക്കും. മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമികൾ അധ്യക്ഷനായുള്ള സംഘാടക സമിതിയും അയുധ ചണ്ഡിക മഹായാഗത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമികൾ, എം ശ്രീധരൻ നമ്പൂതിരി, കൃഷ്ണ പ്രഗീഷ്, ഡോക്ടർ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരള മാപ്പിളകലാ അക്കാദമി രജിസ്റ്റർ ചെയ്ത സ്ഥാപക ദിനവും 20 വർഷം ക്യാമറയും സംവിധാനവും നിർവഹിച്ച സുബൈർ കാഞ്ഞിരമുക്കിനെ കേളി കേരള ശ്രേഷ്ഠ ക്യാമറ പുരസ്കാരം ദേശീയ ജനറൽ സെക്രട്ടറി കുന്നമംഗലം CK ആലിക്കുട്ടി, ഹാർമോണിസ്റ്റ് അഷ്റഫ് എളേറ്റിൽ, മുഹമ്മദ് നാഫിഫ് കിഴക്കോത്ത് എന്നിവർ ചേർന്ന് ആദരിച്ചു. ഗായകൻ മുഹമ്മദ് അലി ഇബ്നു മൂസ ആരാമ്പ്രം മുഖ്യാതിഥിയായി. പക്കർ പന്നൂർ, അസിൽ കാട്ടൂർ, സലാം മാവൂർ, കുഞ്ഞാപ്പു മുറിയനാൽ, അഷ്മിഷ്, ഹൻസൽ, അജ്മൽ എന്നിവർ സംബന്ധിച്ചു. ദേശീയ പ്രസിഡന്റും നിമിഷ മഹാകവിയുമായ TP അബ്ദുള്ള ചെറുവാടി, ബാപ്പു വെള്ളിപ്പറമ്പ്, ഹസൻ നെടിയനാട്, ഫസൽ കൊടുവള്ളി എന്നിവർ എഴുതി, വെള്ളയിൽ അബൂബക്കർ, കോഴിക്കോട് അബൂബക്കർ, പുലാമന്തോൾ അബൂബക്കർ എന്നിവർ ചേർന്ന് സംഗീതം ചെയ്ത് കണ്ണൂർ ഷെരീഫും കുന്നമംഗലം CK ആലിക്കുട്ടിയും കൊല്ലം ഷാഫിയും താജുദ്ദീൻ വടകരയും പാടിയ 26 പാട്ടുകൾ 15 ഗായകന്മാർ പാടുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDFന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. നല്ല മനസ്സിന്റെ കൂട്ടായ്മകൾ കൊണ്ട് വ്യത്യസ്തമാണ് കോഴിക്കോട് നഗരമെന്ന് മേയർ O സദാശിവൻ. കെയർ ഫൗണ്ടേഷനും നാംകോസും ചേർന്ന് വയനാട് തിരുനെല്ലിയിൽ മുട്ടഗ്രാമം പദ്ധതി പ്രഖ്യാപിച്ചു. കൊവാളിപ്പാലം മിനി ഗോവ കടൽ തീരം ശുചീകരിച്ച് പയ്യോളി നഗരസഭ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.